അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികൾ കാണിക്കുന്ന വാശിയെപ്പറ്റി പരാതി പറയുന്ന പല രക്ഷിതാക്കളുമുണ്ട്. കുട്ടികൾ അല്പസമയം പോലും ഒരിടത്ത് പോലും ഇരിക്കൂല, വികൃതി കാണിക്കുക, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക, ചോദിച്ച സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ നിലത്ത് വീണ് കരയുക. കുട്ടികളെ കൂട്ടി പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബന്ധുക്കളുടെ വീട്ടിലും പോകാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികൾ കാണിക്കുന്ന ഈ ദുർവാശി കാരണം പൊരുതിമുട്ടി ജീവിക്കുകയാണ്. മദ്രസയിലും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടികൾ വികൃതി കാണിച്ച് ടീച്ചേഴ്സുമാരും അതുപോലെ ഉസ്താദുമാരും കുട്ടികളെ പറ്റി പരാതി പറയുന്നു എന്ന് കുട്ടികളെ സംബന്ധിച്ച്, കുട്ടികളുടെ വാശികളെ സംബന്ധിച്ച് പരാതി പറയുന്ന ഉമ്മമാർക്കും രക്ഷിതാക്കൾക്കും ഉപകരിക്കുന്ന വീഡിയോയാണ്. ഇതിന് ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് ആലു ഇമ്രാൻ സൂറത്തിലെ 36-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയ്യതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന സൂറത്തു ആലു ഇമ്രാനിലെ 36-ാമത്തെ ആയത്ത് 11 തവണ അല്ലെങ്കിൽ 33 തവണ മന്ത്രിച്ച് ആ കുട്ടിയുടെ മൂർധാവിലേക്ക് ഊതുക എന്നതാണ് ഈ ഒന്നാമത്തെ പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത്. 11 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസമോ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ആലു ഇമ്രാൻ സൂറത്തിലെ 36-ാമത്തെ ആയത്ത് 11 തവണ അല്ലെങ്കിൽ 33 തവണ ഓതി ആ കുട്ടിയുടെ മൂർധാവിൽ ഊതുകയാണെങ്കിൽ ആ കുട്ടിയുടെ വാശി മാറുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. കുട്ടി കാണിക്കുന്ന ഈ ദുർവാശി ചിലപ്പോൾ പൈശാചികമായ ദ്രോഹങ്ങൾ മൂലമുണ്ടാകാം. അപ്പോൾ ഈ ആയത്ത് തന്നെ മന്ത്രിക്കുകയാണെങ്കിൽ പൈശാചികമായ ദ്രോഹങ്ങളും അതുവഴി ഉണ്ടായ കണ്ണേറുകളും അതുവഴി ഉണ്ടായ ദുർവാശികളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ഒന്നാമതായിട്ട് നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വാശി ഇല്ലാതെയായി അനുസരണയുള്ള കുട്ടിയായി മാറും എന്നത് തീർച്ചയാണ്. കുട്ടികളുടെ ദുർവാശി മാറാനുള്ള രണ്ടാമത്തെ പരിഹാരം നല്ല ഒരു തേന് വാങ്ങുക അല്ലെങ്കിൽ തേനില്ലെങ്കിൽ സംസം വെള്ളം ആയാലും മതി. ആ തേനിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം നല്ലൊരു ദിവസം മന്ത്രിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രാത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച രാത്രിയോ നല്ല ഒരു തേൻ വാങ്ങി, നാടൻ തേനാണെങ്കിൽ വളരെ നല്ലതാണ്, ആ തേൻ വാങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം മന്ത്രിച്ച് ആ കുട്ടിയെ കുടിപ്പിക്കുക. 2 പ്രാവശ്യമാണ് കുടിപ്പിക്കേണ്ടത്. രാവിലെ വരും വയറ്റിലും രാത്രി ഉറങ്ങും മുമ്പായി കുടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ 21 ദിവസം വരെ തുടർച്ചയായിട്ട് ആ തേന് ആ കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ദുർവാശി മാറുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും 786 പ്രാവശ്യം മന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ തവണ മന്ത്രിച്ചാൽ മതി. പിന്നീടുള്ള 21 ദിവസങ്ങളിൽ ആ തേനിനെ ആ കുട്ടിക്ക് കഴിപ്പിക്കുക എന്നതാണ് ഇവിടെയുള്ള വിഷയം. അതേസമയത്ത് എല്ലാ ദിവസവും പറ്റുവാണെങ്കിൽ 11 അല്ലെങ്കിൽ 33 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ തേനിലേക്ക് മന്ത്രിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാണ്. അത് ഉപകാരം കൂടുതൽ കിട്ടും. അതേസമയത്ത് ഒറ്റത്തവണ ഏതെങ്കിലും ഒരു നല്ല ദിവസത്തിൽ മന്ത്രിച്ച് എന്നിട്ട് ആ കുട്ടിയിലേക്ക് രാവിലെ വരുവയറ്റിലും രാത്രി കിടക്കും മുമ്പായി ആ തേന് കഴിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ദുർവാശി മാറി നല്ല അനുസരണയുള്ള കുട്ടിയായി സ്കൂളിലും മദ്രസയിലും ആ കുട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പരീക്ഷിച്ച് നോക്കിയപ്പോൾ 100% റിസൾട്ട് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും പറയാനുള്ളത് കൊണ്ട് നമുക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളുടെ ദുർവാശി മാറാൻ ചെയ്യാൻ പറ്റാവുന്ന മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഹാദി യാ ഹല്ലാ എന്ന ഇസ്മ 6185 പ്രാവശ്യം കുട്ടിക്ക് മന്ത്രിക്കുക എന്നതാണ്. മന്ത്രിക്കേണ്ട രൂപം നല്ല തേനോ സംസം വെള്ളമോ എടുത്ത് അതിലേക്ക് യാ ഹാദി യാ ഹല്ലാ എന്ന് 6185 പ്രാവശ്യം മന്ത്രിക്കുക എന്നതാണ്. അത് ഒരേ ഇരുത്തത്തിലാകണമെന്നർത്ഥമില്ല. 1-2 ദിവസങ്ങളിലായി യാ ഹാദി യാ അല്ലാ എന്ന് മന്ത്രിച്ച് ആ കുട്ടിയെ ആ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ തേന് കൊണ്ടോ കഴിപ്പിക്കുക എന്നതാണ് ഈ മൂന്നാമത്തെ കാര്യം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ഒരു 21 ദിവസം വരെ തുടർച്ചയായി ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ദുർവാശി മാറി അനുസരണയുള്ള കുട്ടികളായി പ്രശ്നങ്ങളൊന്നും ചെയ്യാത്ത, ബഹളങ്ങളൊന്നും ചെയ്യാത്ത, മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന കുട്ടികളായി മാറുമെന്നതാണ് ഇതിൻ്റെ റിസൾട്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.